أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله الحمد لله رب العالمين، حمدا كثيرا طيبا مباركا فيه. الحمد لله رب العالمين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ربنا زدنا علما نافعا رزقا طيبا وعملا متقبلا من يا رب العالمين. اللهم صل على محمد وعلى آل محمد. الحمد لله. സൂറത്ത് തൗബയില് 34-ാമത്തെ ആയത്ത് മുതൽ 92-ാമത്തെയാണ് ഇനി എടുക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ക്രമീകരിച്ചതിനെ പറ്റിയിട്ടും തബൂക്ക് യുദ്ധം സത്യത്തിന്റെ പരീക്ഷണമായിരുന്നെന്ന്, അതുപോലെ തന്നെ മുനാഫികളുടെ സ്വഭാവവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അപമാനിക്കാൻ വേണ്ടിയിട്ട് ആ സത്യവിശ്വാസികളിൽ ഉണ്ടാക്കിയ കുഴപ്പങ്ങളും, അതുപോലെ തന്നെ തൗബ ചെയ്യുമ്പം അതിൽ വ്യാജമായിട്ട് തൗബ ചെയ്ത് സത്യത്തിനെ വളച്ചൊടിക്കുന്ന ആളുകളെ കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. മക്കളിലും സമ്പത്തിലുള്ള അമിതമായിട്ടുള്ള അഭിമാനം കൊള്ളല്, അതുകൊണ്ടുണ്ടാവുന്ന ദോഷങ്ങള്, അതുപോലെ തന്നെ മുനാഫിക്കുകളുടെ അടയാളങ്ങൾ എന്താണെന്ന്, നരകാവകാശികൾ ഒക്കെ ഉണ്ടാകുന്നത് അവർക്ക് ആഖിറത്ത് പരാജയപ്പെട്ടവരാണ് നരകാവകാശികൾ. അതുപോലെ തന്നെ കഴിഞ്ഞുപോയ ജനതകൾക്കിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ പാഠങ്ങള്, അതുപോലെ വിശ്വാസികളുടെ ഗുണങ്ങൾ എന്താണെന്നും മുനാഫിക്കുകളും കാഫിറുകളും എങ്ങനെയാണെന്നുള്ളതും, ഉടമ്പടികൾ ലംഘിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അത് വാഗ്ദാനം ലംഘിക്കൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടാത്ത കാര്യമാണ്. അതുപോലെ തന്നെ മറിഞ്ഞിരിക്കുന്നതൊക്കെ അറിയുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. രഹസ്യവും പരസ്യവും സത്യവിശ്വാസികൾക്ക് ഉണ്ടാവുന്ന സന്തോഷങ്ങൾ എവിടേക്കാണ് ഉണ്ടാവുക എന്നുള്ളത് ദുനിയാവിലും ആഖിറത്തിലും. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുമതി ലഭിക്കാതെ പോയത്, അതായത് യുദ്ധത്തിനൊന്നും പോകാൻ കഴിയാതെ പോയത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുമതി കിട്ടാത്തവരാണ്. ശരിക്കും അവര് ഹൃദയം മൂടി വെച്ച ആളുകളാണ്. അതുപോലെ തന്നെ ദുർബലരായ ആളുകൾക്ക് ഉള്ള ഇളവുകൾ അവർക്ക് സൗണ്ട് ഇല്ല തീരെ. ഉണ്ടല്ലോ മോളെ, സൗണ്ട് കേൾക്കണ്ടല്ലോ. സൗണ്ട് ഉണ്ടല്ലോ. ദുർബലർക്കുള്ള ഇളവുകളെ കുറിച്ചിട്ടുമാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇത്രയും ഭാഗങ്ങളാണ് ഇതിൽ പഠിക്കാനുള്ള ഭാഗങ്ങൾ. ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ് നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. സമ്പത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അമാനത്താണ്. അത് ഏറ്റവും ഉന്നതമായ രീതിയിൽ, ഉത്തമമായ രീതിയിൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. കാരണം സമ്പത്ത് ചെലവഴിക്കാതെ വെച്ചാലും തെറ്റാണ്. സമ്പത്ത് അമിതമായിട്ട് ചെലവഴിക്കുന്നതും തെറ്റായിട്ടുള്ള കാര്യമാണ്. രണ്ടിന്റെയും ഇടയിലുള്ള മധ്യമ ഭാഗമാണ് നമ്മൾ എപ്പോഴും നോക്കേണ്ടത്. ഒരിക്കലും സമ്പത്ത് അനാവശ്യമായിട്ട് ചെലവഴിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ പാടില്ല. കാരണം അത് എന്താണ്, നൽകിയ സമ്പത്തില് നന്ദിയില്ലാത്തവരാണ്. ഓക്കെ, എന്നാല് ചെലവഴിക്കാതെ വെക്കുന്നവരെന്താണ്, നൽകിയ സമ്പത്തിനെ കുറിച്ചിട്ട് അത് ഇന്റേതാണ് എന്നുള്ള തോന്നലുള്ള ആളുകളാണ്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടേതാണ് സമ്പത്ത് എന്നുള്ള അറിവില്ലാത്ത സമൂഹമാണ് പിശുക്ക് കാണിക്കുന്ന ആളുകൾ. സ്വന്തം കഴിവാണെന്ന് അഹങ്കരിക്കുന്നവരാണ്. അത് അഹങ്കാരത്തിന്റെ ഭാഗമാണ്. മറ്റേത് നന്ദിയില്ലായ്മയുമാണ്. രണ്ടും പാടില്ലാത്തൊരു കാര്യമാണ് എന്നുള്ളത് നമ്മൾ പഠിക്കണം. എപ്പോഴും ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഒരുപോലെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സമ്പത്തിനെ ഏറ്റവും നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ പഠിക്കണം. നമുക്ക് ക്ലാസ്സിലേക്ക് പോവുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. റബ്ബനാ സിദ്നാ ഇൽമൻ നാഫിഅൻ റിസ്ഖൻ ത്വയ്യിബൻ വഅമലൻ മുതഖബ്ബലൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് ഇത് സ്വീകരിക്കണമേ. ഈ മജ്‌ലിസിനെ അല്ലാഹുവേ നീ തൃപ്തിപ്പെടുകയും
ഞങ്ങളുടെ എല്ലാ ഹലാലായ മുറാദുകളും പൂർത്തീകരിച്ചു തരികയും വിജയത്തെ നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണം. നരകാഗ്നിയിൽ വെച്ച് അവ ചുട്ടുപഴുപ്പിക്കപ്പെടുകയും എന്നിട്ട് അതുകൊണ്ട് അവരുടെ നെറ്റിയിലും പാശങ്ങളിലും മുതുകുകളിലും ചൂട് വെപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ദിവസം അവരോട് പറയപ്പെടും, നിങ്ങൾക്ക് വേണ്ടി തന്നെ നിക്ഷേപിച്ചു വെച്ചതാണിത്. അതിനാൽ നിങ്ങൾ നിക്ഷേപിച്ചു വെച്ചിരുന്നത് നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക. ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ച ദിവസം അള്ളാഹു രേഖപ്പെടുത്തിയതനുസരിച്ച് അള്ളാഹുവിന്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം 12 ആകുന്നു. അവയിൽ 4 യുദ്ധം വിലക്കപ്പെട്ട മാസങ്ങളാകുന്നു. അതാണ് വക്രതയില്ലാത്ത മതം. അതിനാൽ ആ 4 മാസങ്ങളിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ അക്രമം പ്രവർത്തിക്കരുത്. ബഹുദൈവ വിശ്വാസികൾ നിങ്ങളോട് ആകമാനം യുദ്ധം ചെയ്യുന്നത് പോലെ നിങ്ങളും അവരോട് ആകമാനം യുദ്ധം ചെയ്യുക. അള്ളാഹു സൂക്ഷ്മത പാലിക്കുന്നവരുടെ കൂടെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുക. വിലക്കപ്പെട്ട മാസം പുറകോട്ട് മാറ്റുക എന്നത് സത്യനിഷേധത്തിന്റെ വർധനവ് തന്നെയാകുന്നു. സത്യനിഷേധികൾ അതുമൂലം തെറ്റിലേക്ക് നയിക്കപ്പെടുന്നു. ഒരു കൊല്ലം അവരത് അനുവദനീയമാക്കുകയും മറ്റൊരു കൊല്ലം നിഷിദ്ധമാക്കുകയും ചെയ്യുന്നു. അള്ളാഹു മാസത്തിൽ പോയിട്ടുണ്ട്. അള്ളാഹു വിലക്കപ്പെട്ട മാസം പുറകോട്ട് മാറ്റുക എന്ന സത്യനിഷേധത്തിന്റെ വർധനവ് തന്നെയാകുന്നു. സത്യനിഷേധികൾ അതുമൂലം തെറ്റിലേക്ക് നയിക്കപ്പെടുന്നു. ഒരു കൊല്ലം അവരത് അനുവദനീയമാക്കുകയും മറ്റൊരു കൊല്ലം നിഷിദ്ധമാക്കുകയും ചെയ്യുന്നു. അള്ളാഹു നിഷിദ്ധമാക്കിയതിന്റെ മാസത്തിന്റെ എണ്ണം ഒപ്പിക്കുവാനും എന്നിട്ട് അള്ളാഹു നിഷിദ്ധമാക്കിയത് ഏതോ അത് അനുവദനീയമാക്കുവാനും അങ്ങനെ ചെയ്യുന്നത്. സൗണ്ട് ഇടയ്ക്ക് ബ്രേക്ക് ആവുന്നു. അതെന്താ വെച്ചിട്ടുണ്ടെങ്കില് അത് ആളുകള് ക്ലാസിന്റെ ഇടയിൽ വന്നിട്ട് ലിങ്ക് വന്ന് ചോദിക്കുന്നു. ലിങ്ക് ഗ്രൂപ്പ് ഇട്ടിട്ടുണ്ട്. പക്ഷെ മാം ഏതായത്ത് മുതലാണ് തുടങ്ങണേ? 35-ാമത്തെ ആയത്ത്. ഓക്കെ. റഹീം. നിങ്ങൾ ക്ലാസിന്റെ ഇടയിൽ ലിങ്ക് ചോദിച്ചു വരരുത് കേട്ടോ, കാരണം ക്ലാസ് ഇടക്കിടക്ക് കട്ടായി പോകും. റഹീം. വിലക്കപ്പെട്ട മാസം പുറകോട്ട് മാറ്റുക എന്ന സത്യനിഷേധത്തിന്റെ വർധനവ് തന്നെയാകുന്നു. സത്യനിഷേധികൾ അതുമൂലം തെറ്റിലേക്ക് നയിക്കപ്പെടുന്നു. ഒരു കൊല്ലം അവരത് അനുവദനീയമാക്കുകയും മറ്റൊരു കൊല്ലം നിഷിദ്ധമാക്കുകയും ചെയ്യുന്നു. അള്ളാഹു നിഷിദ്ധമാക്കിയതിന്റെ മാസത്തിന്റെ എണ്ണം ഒപ്പിക്കുവാനും എന്നിട്ട് അള്ളാഹു നിഷിദ്ധമാക്കിയത് ഏതോ അത് അനുവദനീയമാക്കുവാനും വേണ്ടിയാണ് അവരങ്ങനെ ചെയ്യുന്നത്. അവരുടെ ദുഷ്ടപ്രവൃത്തികൾ അവർക്ക് ഭംഗിയായി തോന്നിപ്പിക്കപ്പെട്ടിരിക്കുന്ന സത്യനിഷേധികളായ ജനങ്ങളെ അള്ളാഹു നേർവഴിയിലാക്കുകയില്ല. സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് എന്തു പറ്റി? അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരത്തിന് നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടു കൊള്ളുക എന്ന് നിങ്ങളോട് പറയപ്പെട്ടാൽ നിങ്ങൾ ഭൂമിയിലേക്ക് തൂങ്ങിക്കളയുന്നു. പരലോകത്തിന് പകരം ഇഹലോക ജീവിതം കൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെട്ടിരിക്കുകയാണോ? എന്നാൽ പരലോകത്തിന്റെ മുമ്പിൽ ഇഹലോകത്തിന്റെ സുഖാനുഭവം തുച്ഛം മാത്രമാകുന്നു. നിങ്ങൾ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടുന്നില്ലെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് വേദനയേറിയ ശിക്ഷ നൽകുകയും നിങ്ങളല്ലാത്ത വല്ല ജനതയെയും അവൻ പകരം കൊണ്ടുവരികയും ചെയ്യും. അവനൊരു ഉപദ്രവം ചെയ്യാൻ നിങ്ങൾക്കാവില്ല. അള്ളാഹു ഏത് കാര്യത്തിനും കഴിവുള്ളവനാകുന്നു. നിങ്ങൾ അദ്ദേഹത്തെ സഹായിക്കുന്നില്ലെങ്കിൽ സത്യനിഷേധികൾ അദ്ദേഹത്തെ പുറത്താക്കുകയും അദ്ദേഹം 2 പേരിൽ ഒരാളായിരിക്കുകയും ചെയ്ത സന്ദർഭത്തിൽ, അഥവാ അവർ 2 പേരും നബിയും അബൂബക്കറും ആ ഗുഹയിലായിരുന്നപ്പോൾ അള്ളാഹു അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട്. അദ്ദേഹം തന്റെ കൂട്ടുകാരനോട് ദുഃഖിക്കേണ്ട, തീർച്ചയായും അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് എന്ന് പറയുന്ന സന്ദർഭം. അപ്പോൾ അള്ളാഹു തന്റെ വകയാലുള്ള സമാധാനം അദ്ദേഹത്തിന് ഇറക്കി കൊടുക്കുകയും നിങ്ങൾ കാണാത്ത സൈന്യങ്ങളെ കൊണ്ട് അദ്ദേഹത്തിന് പിൻബലം നൽകുകയും സത്യനിഷേധികളുടെ വാക്കിനെ അവൻ അങ്ങേയറ്റം താഴ്ത്തിക്കളയുകയും ചെയ്തു. അള്ളാഹുവിന്റെ വാക്കാണ് ഏറ്റവും ഉയർന്നു നിൽക്കുന്നത്. അള്ളാഹു പ്രതാപമാനുമാകുന്നു. നിങ്ങൾ സൗകര്യമുള്ളവനാണെങ്കിലും ഞെരുക്കമുള്ളവനാണെങ്കിലും ധർമ്മസമരത്തിന് ഇറങ്ങി പുറപ്പെട്ടു കൊള്ളുക. നിങ്ങളുടെ സ്വത്തുക്കൾ കൊണ്ടും ശരീരങ്ങൾ കൊണ്ടും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ സമരം ചെയ്യുക. അതാണ് നിങ്ങൾക്ക് ഉത്തമം, നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ. അടുത്തു തന്നെയുള്ള ഒരു നേട്ടം വിഷമകരമല്ലാത്ത യാത്രയുമായിരുന്നെങ്കിൽ അവർ നിന്നെ പിന്തുടരുമായിരുന്നു. പക്ഷേ വിഷമകരമായ ഒരു യാത്രാലക്ഷ്യം അവർക്ക് വിദൂരമായി തോന്നിയിരിക്കുന്നു. ഞങ്ങൾക്ക് സാധിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെ പുറപ്പെടുമായിരുന്നു എന്നവർ അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്ത് പറഞ്ഞേക്കും. അവർ അവർക്ക് തന്നെ നാശമുണ്ടാക്കുകയാകുന്നു. തീർച്ചയായും അവർ കള്ളം പറയുന്നവരാണെന്ന് അള്ളാഹുവിനറിയാം. നബിയെ, നിനക്ക് അള്ളാഹു മാപ്പ് നൽകിയിരിക്കുന്നു. സത്യം പറഞ്ഞവർ ആരെന്ന് നിനക്ക് വ്യക്തമായി ബോധ്യപ്പെടുകയും കള്ളം പറയുന്നവരെ നിനക്ക് തിരിച്ചറിയുകയും ചെയ്യുന്നത് വരെ നീ എന്തിനാണ് അവർക്ക് അനുവാദം നൽകിയത്? അള്ളാഹുലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാരോ അവർ തങ്ങളുടെ സ്വത്തുക്കൾ കൊണ്ടും ശരീരങ്ങൾ കൊണ്ടും സമരം ചെയ്യുന്നതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ നിന്നോട് അനുവാദം ചോദിക്കുകയില്ല. സൂക്ഷ്മത പാലിക്കുന്നവരെ പറ്റി അള്ളാഹു നല്ലവണ്ണം അറിയുന്നവനാണ്.
അള്ളാഹുലും അന്ത്യദിനത്തിലും വിശ്വസിക്കാതിരിക്കുകയും മനസ്സുകളിൽ സംശയം കുടികൊള്ളുകയും ചെയ്യുന്നവർ മാത്രമാണ് നിന്നോട് അനുവാദം ചോദിക്കുന്നത്. കാരണം അവർ അവരുടെ സംശയത്തിൽ ആടിക്കളിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർ പുറപ്പെടാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവർക്ക് വേണ്ടി ഒരുക്കേണ്ടതെല്ലാം അവർ ഒരുക്കുമായിരുന്നു. പക്ഷേ അവരുടെ പുറപ്പാട് അള്ളാഹു ഇഷ്ടപ്പെടാതിരുന്നത് കൊണ്ടും അവരെ പിന്തിരിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. മുടങ്ങിക്കൊണ്ടിരിക്കുന്നവരോടൊപ്പം നിങ്ങളും ഇരുന്നു കൊള്ളുക എന്ന് അവരോട് പറയപ്പെടുകയും ചെയ്തിരിക്കുന്നു. നിങ്ങളുടെ കൂട്ടത്തിൽ അവർ പുറപ്പെട്ടിരുന്നെങ്കിൽ നാശമല്ലാതെ മറ്റൊന്നും അവർ നിങ്ങൾക്ക് കൂടുതൽ നേടിത്തരുമായിരുന്നില്ല. നിങ്ങൾക്ക് കുഴപ്പം വരുത്താൻ ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങളുടെ ഇടയിലൂടെ അവർ പരക്കം പായുകയും ചെയ്യുമായിരുന്നു. നിങ്ങളുടെ കൂട്ടത്തിൽ അവർ പറയുന്നത് ചെവി കൊടുത്ത് കേൾക്കുന്ന ചിലരുണ്ട്. താനും അള്ളാഹു അക്രമികളെ പറ്റി നന്നായി അറിയുന്നവനാണ്. മുമ്പും അവർ കുഴപ്പമുണ്ടാക്കാൻ ആഗ്രഹിക്കുകയും നിനക്കെതിരിൽ അവർ കാര്യങ്ങളും കുഴച്ചു മറിക്കുകയും ചെയ്തിട്ടുണ്ട്. അവസാനം അവർ ഇഷ്ടമില്ലാതിരുന്നിട്ടും സത്യം വന്നെത്തുകയും അള്ളാഹുവിന്റെ കാര്യം വിജയിക്കുകയും ചെയ്തു. എനിക്ക് യുദ്ധത്തിന് പോകാതിരിക്കാൻ സമ്മതം തരണേ, എന്നെ കുഴപ്പത്തിലാക്കരുതേ എന്ന് പറയുന്ന ചില ആളുകളും അവരുടെ കൂട്ടത്തിലുണ്ട്. പറയുക, അവർ കുഴപ്പത്തിൽ തന്നെയാണ് വീണിരിക്കുന്നതെന്ന്. തീർച്ചയായും നരകം സത്യനിഷേധികളെ വലം ചെയ്യുന്നതാകുന്നു. നിനക്ക് വല്ല നന്മയും വന്നെത്തുന്ന പക്ഷം അത് അവരെ ദുഃഖിതരാക്കും. നിനക്ക് വല്ല ആപത്തും വന്നെത്തുന്ന പക്ഷം ഞങ്ങൾ ഞങ്ങളുടെ കാര്യം മുമ്പ് തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് അവർ പറയുകയും ആഹ്ലാദിച്ചുകൊണ്ട് അവർ പിന്തിരിഞ്ഞു പോവുകയും ചെയ്യും. പറയുക, അള്ളാഹു ഞങ്ങൾക്ക് രേഖപ്പെടുത്തിയതല്ലാതെ ഞങ്ങൾക്ക് ഒരിക്കലും ബാധിക്കുകയില്ല. അവനാണ് ഞങ്ങളുടെ യജമാനൻ. അള്ളാഹുവിന്റെ മേലാണ് സത്യവിശ്വാസികൾ ബലമേൽപ്പിക്കേണ്ടത്. പറയുക, രക്തസാക്ഷിത്വം, വിജയം എന്നീ രണ്ട് നല്ല കാര്യങ്ങൾ ഏതെങ്കിലും ഒന്നല്ലാതെ ഞങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? എന്നാൽ നിങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾക്ക് അള്ളാഹു തന്റെ പക്കൽ നിന്ന് നേരിട്ടോ ഞങ്ങളുടെ കൈക്കോ ശിക്ഷ ഏൽപ്പിക്കും എന്നതാണ്. അതിനാൽ നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളുക, ഞങ്ങളും നിങ്ങളോടൊപ്പം പ്രതീക്ഷിച്ചിരിക്കുന്നവരാണ്. പറയുക, നിങ്ങൾ അനുസരണത്തോടെയോ വെറുപ്പോടെയോ ചെലവഴിച്ചു കൊള്ളുക. എങ്ങനെയായിരുന്നാലും നിങ്ങളുടെ പക്കൽ നിന്ന് അത് സ്വീകരിക്കപ്പെടുന്നതേയല്ല. തീർച്ചയായും നിങ്ങൾ ധിക്കാരികളായ ഒരു ജനവിഭാഗമായിരിക്കുന്നു. അവർ അള്ളാഹുലും അവന്റെ ദൂതനും അവിശ്വസിച്ചിരിക്കുന്നു എന്നത് മടിയന്മാരായിക്കൊണ്ടല്ലാതെ അവർ നമസ്കാരത്തിലേക്ക് ചെല്ലുകയില്ല എന്നതും വെറുപ്പുള്ളവരായിക്കൊണ്ടല്ലാതെ അവർ ചെലവഴിക്കുകയില്ല എന്നതും മാത്രമാണ് അവരുടെ പക്കൽ നിന്ന് അവരുടെ ദാനങ്ങൾ സ്വീകരിക്കപ്പെടുന്നതിന് തടസ്സമായിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്, നമ്മുടെ നമസ്കാരത്തില് എങ്ങനെയാണ് നമ്മളെ എന്നുള്ളത് ഇവിടെ നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. മടിയന്മാരായിക്കൊണ്ടുള്ള നമസ്കാരം എന്നുള്ളതും അതുപോലെ തന്നെ ചെലവഴിക്കുമ്പോൾ വെറുപ്പ്, അതായത് ചെലവഴിക്കാൻ പറഞ്ഞതിന് 2.5% അള്ളാഹു സുബ്ഹാനഹു വ തആല ചെലവഴിക്കാൻ നമ്മളെ അടുത്തൊക്കെ കൽപ്പിച്ചിട്ടുണ്ട് അല്ലെ, എല്ലാ സമ്പത്തിൽ നിന്നും. അത് ചെലവഴിക്കുന്നതിന് എന്തെല്ലാം ഒഴിവുകഴിവുകൾ ഉണ്ടാക്കാൻ പറ്റുമോ അതൊക്കെ തെരഞ്ഞു നടക്കുന്നവരാണ് നമുക്കിടയിലുള്ളവർ. അതിനെ എത്രത്തോളം ചുരുക്കിയിട്ട് കൊടുക്കാൻ പറ്റുമോ, അതിനെ എങ്ങനെയൊക്കെ ചുരുക്കാൻ പറ്റുമോ എന്ന് അന്വേഷിച്ച് നടക്കുന്നവരാണ് നമുക്കിടയിലുള്ളവർ പലരും. അവർക്ക് അവരുടെ ദാനങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നില്ല എന്നാണ്. അവരുടെ പക്കൽ നിന്ന് അവരുടെ ദാനങ്ങൾ സ്വീകരിക്കപ്പെടുന്നതിന് തടസ്സമായിട്ടുള്ളത് അവരെന്താണ്, അവർ വെറുപ്പ് കൊണ്ട് അവർ ചെയ്ത ചെലവഴിക്കല്, അവർ വെറുപ്പോട് കൂടിയിട്ട് ചെലവഴിക്കല്. അത് ചിലപ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ ചെലവഴിക്കുന്നതായാലും കൂട്ടുകുടുംബങ്ങളിലൊക്കെ ജീവിക്കുന്ന ആളുകൾക്കൊക്കെ അവര് വീട്ടിലൊക്കെ ചെലവഴിക്കുന്നതിന് അവരുടേതല്ലാതെ കുടുംബങ്ങളായിരിക്കും. ചിലപ്പം അനിയന്റെ മക്കള്, ഭർത്താവിന്റെ മക്കള്, ഭർത്താവിന്റെ കുടുംബങ്ങള്, വേറെ ആരെങ്കിലും അവരുടെ മാതാപിതാക്കള്, അവരൊക്കെ ആയിരിക്കും. അവർക്കൊക്കെ ചെലവഴിക്കാൻ ഭയങ്കര മടിയാണ് അല്ലെ. നമ്മൾ അതിനെ എങ്ങനെയൊക്കെ തടസ്സപ്പെടുത്താൻ പറ്റുമോ അങ്ങനെയൊക്കെ തടസ്സപ്പെടുത്താൻ നോക്കുന്ന എത്രയോ ആളുകളുണ്ട്. എന്നിട്ട് അവസാനം കൊടുത്ത പോലെ കാണിക്കുകയും ചെയ്യും. എന്നാലും അള്ളാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കുന്നില്ല. വെറുതെ നമ്മുടെ സമയം എനർജിയും നഷ്ടപ്പെടുത്തിയത് മിച്ചം. നമ്മുടെ എപ്പോഴും തൃപ്തിയോട് കൂടിയിട്ട്, സ്നേഹത്തോട് കൂടിയിട്ട്, സന്തോഷത്തോട് കൂടിയിട്ട് കൊടുക്കുന്നത് മാത്രമേ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നുള്ളൂ. ഇതിന് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എങ്ങനെയാണ് അള്ളാഹുവിന്റെ മാർഗത്തില് ചെലവഴിക്കുന്നത് എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ എപ്പോഴും നമ്മൾ കാണാം, നമസ്കാരത്തിലേക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒഴിവുകൾ ഉണ്ടാക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കളയുക, അതാക്കുക ഇതാക്കുക അല്ലെ. നമ്മളെ കുടുംബത്തിലൊക്കെ ആരെങ്കിലുമൊക്കെ നമ്മളിലൊക്കെ ഉണ്ടാവും. അതൊക്കെ എത്രത്തോളം നേരം വൈകിക്കാൻ പറ്റുമോ അത്രത്തോളം നേരം വൈകിച്ച് നമസ്കരിക്കുക. ഇതൊക്കെ എന്താണ്, മടി കൊണ്ടാണ് അത് നമസ്കാരത്തിനെ പിന്തിപ്പിക്കുന്നത്. അപ്പൊ അതൊക്കെ എന്താണ്, അള്ളാഹുവിൽ നിന്നുള്ള സ്വീകരിക്കുന്നതിന് അതൊക്കെ തടസ്സമാകും എന്നുള്ളതാണ്. എപ്പോഴെങ്കിലും ചെയ്യുന്നതല്ല അതിന്റെ കൃത്യതയോട് കൂടിയിട്ട്, തൃപ്തിയോട് കൂടിയിട്ട് മുന്നിട്ടുകൊണ്ട്, അതായത് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ജിഹാദ് പോലെ ഓടിച്ചെല്ലുന്നവരാണ് സ്വീകരിക്കപ്പെട്ടവർ എന്നാണ്. അവരുടെ സ്വത്തുക്കളും സന്താനങ്ങളും നിന്നെ ആശ്ചര്യപ്പെടുത്താതിരിക്കട്ടെ. അവ മുഖേന ഇഹലോക ജീവിതത്തിൽ അവരെ ശിക്ഷിക്കണമെന്നും സത്യനിഷേധികളായിരിക്കെ തന്നെ അവർ ജീവനാശം അടയണമെന്നും മാത്രമാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും അവർ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവരാണെന്ന് അവർ അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്ത് പറയും. എന്നാൽ അവർ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവരല്ല, പക്ഷെ അവർ പേടിച്ചു കഴിയുന്ന ഒരു ജനവിഭാഗമാകുന്നു. ഏതെങ്കിലും അഭയസ്ഥാനമോ ഗുഹകളോ കടന്നുകൂടാൻ പറ്റിയ എന്തെങ്കിലും സ്ഥലമോ അവർ കണ്ടെത്തുകയാണെങ്കിൽ കുതിരച്ചാടിക്കൊണ്ട് അവരങ്ങോട്ട്
തിരിഞ്ഞു പോകുന്നതാണ്. അവരുടെ കൂട്ടത്തിൽ ദാനധർമ്മങ്ങളുടെ കാര്യത്തിൽ നിന്ന് ആക്ഷേപിക്കുന്ന ചിലരുണ്ട്. അവരിൽ നിന്ന് അവർക്ക് നൽകപ്പെടുന്ന പക്ഷം അവർ അതൃപ്തിപ്പെടും. അവർക്ക് ഇതിൽ നിന്ന് നൽകപ്പെട്ടില്ലെങ്കിലോ അവരത് കോപിക്കുന്നു. അള്ളാഹുവും അവന്റെ റസൂലും കൊടുത്തതിൽ അവർ തൃപ്തിയടയുകയും ഞങ്ങൾക്ക് അള്ളാഹു മതി, അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്ന് അവനും അവന്റെ റസൂലും ഞങ്ങൾക്ക് തന്നുകൊള്ളും, തീർച്ചയായും ഞങ്ങൾ അള്ളാഹുവിലേക്കാണ് ആഗ്രഹങ്ങൾ തിരിക്കുന്നത് എന്ന് അവർ പറയുകയും ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെയ്യുന്നതിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണ് പറയേണ്ടത്? ഞങ്ങൾക്ക് അള്ളാഹു മതി, അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്ന് ഞങ്ങൾക്ക് എന്താണോ ലഭിക്കുന്നത് അതിൽ ഞങ്ങൾ തൃപ്തിയടയും. ഞങ്ങള് എല്ലാ ആഗ്രഹങ്ങളും എന്റെ റബ്ബിലേക്ക് സമർപ്പിച്ചവരാണ് എന്ന് പറയുന്നവര്. പല ആളുകളും അവരവരുടെ ജീവിതത്തിലെ പല സാഹചര്യങ്ങളില് പലരും ലോണും അതുപോലുള്ള കാര്യങ്ങളൊക്കെ എടുത്തവരുണ്ടാവും. അവരൊക്കെ ശരിക്കും അള്ളാഹുൽ സമർപ്പിച്ചവരല്ലല്ലോ ശരിക്കും അല്ലെ. അള്ളാഹുൽ സമർപ്പിച്ച ഒരാള് അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച ലോണ് അതുപോലുള്ള കാര്യങ്ങളിലേക്ക് മാറരുത് എന്ന് പറഞ്ഞതുകൊണ്ട് അവര് ക്ഷമയോട് കൂടിയിട്ട് കാത്തിരിക്കുന്നവരാണ് അള്ളാഹുവിന് സമർപ്പിച്ച ആളുകൾ. അത് സമർപ്പിക്കാത്തത് കൊണ്ടാണ്, അള്ളാഹുവിന് സമർപ്പിക്കാത്തത് കൊണ്ടാണ് പിന്നെ അങ്ങനെ അവരവരുടെ ആവശ്യങ്ങൾ വരുമ്പം എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കാണിച്ചിട്ട് ആ കാരണത്തിന്റെ സബബിനെ വെച്ചിട്ട് ലോണുകളിലേക്കും ഇൻട്രസ്റ്റിന്റെ ഭാഗത്തേക്കും ബാങ്ക് പലിശയിലേക്കും ഒക്കെ പോകുന്നത്. പിന്നീട് അവര് നിലവിളിക്കും, അവര് കരയും, അവരത് നീക്കി കിട്ടാൻ വേണ്ടിയിട്ട് അവര് കിടന്നിട്ട് നെട്ടോട്ടോടും. പക്ഷെ ആ തുടങ്ങുമ്പം അവര് അള്ളാഹുവിനെ ഭരമേൽപ്പിക്കാത്തത് കൊണ്ടാണ് അവര് അതിലേക്ക് വീണു പോയത്. ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്നുള്ള അള്ളാഹു തആല കൽപ്പിച്ചതാണ്. അത് ചെയ്തത് കൊണ്ടാണ് അവരെ ആ ഒരു പ്രയാസം അവരെ മൂടി പൊതിഞ്ഞത്. കാരണം ആ സമയത്ത് അവർ ലോൺ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ അവർക്ക് ജീവിതമാർഗങ്ങളൊക്കെ ഉണ്ടാവും. ആ സമയത്ത് അവര് ലോൺ അടക്കാൻ പറ്റും എന്നുള്ള ആത്മവിശ്വാസത്തിലാവും അത് തുടങ്ങുന്നത്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് ഏറ്റവും വലിയ പ്ലാനർ അല്ലെ. എല്ലാം പ്ലാൻ ചെയ്യുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല. നമ്മളത് ചെയ്തതിന്റെ ഫലമായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? നമുക്ക് നൽകിയ റിസ്കിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഷ്രിങ്ക് ചെയ്തു, അതിനെ ചുരുക്കി കളഞ്ഞു. അള്ളാഹുവിനോട് യുദ്ധം ചെയ്ത ആളുകളാണ് അവര് എന്നാണ്. അതുകൊണ്ട് തന്നെ അവരുടെ സമ്പത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? ചുരുക്കി കളയും. ആ ചുരുക്കി കളയുമ്പോ പിന്നെ അവര് പിന്നെ ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടായിരുന്നു എടുത്തിരുന്നത്, അങ്ങനെ അടക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കും. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല നടത്തിയ പ്ലാൻ ആയിരുന്നു അത്. നമ്മളോട് ചെയ്യരുതെന്ന് കൽപ്പിച്ച ഭാഗത്തേക്ക് നമ്മൾ പോയത് കൊണ്ട് നമ്മളെ ജീവിതമാർഗത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല തടഞ്ഞു വെച്ചു. അവർക്ക് കിട്ടിയിരുന്ന ആ അനുഗ്രഹത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല വേണ്ടാന്ന് വെച്ചു. പിന്നീട് നമ്മൾ കിടന്നിട്ട് നിലവിളിച്ചിട്ട് ഒരു കാര്യമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനത്തെ നമ്മുടെ എന്ത് ആഗ്രഹങ്ങളാണെങ്കിലും അതിനേക്കാളും വലുതാണ് എന്റെ റബ്ബിന്റെ തീരുമാനം എന്ന് നിശ്ചയിക്കുന്നവരാണ് സത്യവിശ്വാസികൾ എന്നാണ്. അത് സത്യവിശ്വാസത്തിന്റെ കുറവ് കൊണ്ടാണ് അവരതിലേക്കൊക്കെ പോയത്. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, സക്കാത്ത് മുതലുകൾ നൽകേണ്ടത് ദരിദ്രന്മാർക്കും അഗതികൾക്കും അതിന്റെ കാര്യത്തിൽ പ്രവർത്തിക്കുന്നവർക്കും ഇസ്ലാമുമായി മനസ്സുകൾ ഇണക്കപ്പെട്ടവർക്കും അടിമകളുടെ മോചനത്തിന്റെ കാര്യത്തിലും കടം കൊണ്ട് വിഷമിക്കുന്നവർക്കും അള്ളാഹുവിന്റെ മാർഗത്തിലും വഴിപോക്കനും മാത്രമാണ്. അള്ളാഹുൽ നിന്ന് ഏറെ നിശ്ചയിക്കപ്പെട്ടതത്ര ഇത്. അള്ളാഹു എല്ലാം അറിയുന്നവനും യുക്തിമാനുമാണ്. നബിയെ ദ്രോഹിക്കുകയും അദ്ദേഹം എല്ലാം ചെവിക്കൊള്ളുന്ന ആളാണ് എന്ന് പറയുകയും ചെയ്യുന്ന ചിലർ അവരുടെ കൂട്ടത്തിലുണ്ട്. പറയുക, അദ്ദേഹം നിങ്ങൾക്ക് ഗുണമാണെന്ന് ചെവിക്കൊള്ളുന്ന ആളാകുന്നു. അദ്ദേഹം അള്ളാഹുൽ വിശ്വസിക്കുന്നു, യഥാർത്ഥ വിശ്വാസികളെയും അദ്ദേഹം വിശ്വസിക്കുന്നു. നിങ്ങളിൽ നിന്ന് വിശ്വസിച്ചവർക്ക് ഒരു അനുഗ്രഹമാണ് അദ്ദേഹം. അള്ളാഹുവിന്റെ ദൂതനെ ദ്രോഹിക്കുന്നവരാരോ അവർക്കാണ് വേദനയേറെ ശിക്ഷയുള്ളത്. നിങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നിങ്ങളോട് അവർ അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്ത് സംസാരിക്കുന്നു. എന്നാൽ അവർ സത്യവിശ്വാസികളാണെങ്കിൽ അവർ തൃപ്തിപ്പെടുവാൻ ഏറ്റവും അവകാശപ്പെട്ടവർ അള്ളാഹും അവന്റെ ദൂതനുമാകുന്നു. വല്ലവനും അള്ളാഹുവോടും അവന്റെ ദൂതനോട് എതിർത്ത് നിൽക്കുന്ന പക്ഷം അവന് നരകാഗ്നിയാണ് ഉണ്ടായിരിക്കുകയെന്നും അവൻ അതിൽ നിത്യവാസികളായിരിക്കുമെന്നും അവർ മനസ്സിലാക്കിയിട്ടില്ലേ? അതാണ് വമ്പിച്ച അപമാനം. തങ്ങളുടെ മനസ്സുകളിൽ ഉള്ളതിനെപ്പറ്റി അവർ വിവരമറിയിക്കുന്ന ഖുർആനിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു അധ്യായം അവരുടെ കാര്യത്തിൽ അവതരിപ്പിക്കപ്പെടുമോ എന്ന് കപടവിശ്വാസികൾ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പറയുക, നിങ്ങൾ പരിഹസിച്ചുകൊള്ളൂ, തീർച്ചയായും നിങ്ങൾ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അള്ളാഹു വെളിയിൽ കൊണ്ടുവരുന്നതാണ്. നീ അവരോട് അതിനെപ്പറ്റി ചോദിച്ചാൽ അവർ പറയും, ഞങ്ങൾ തമാശ പറഞ്ഞ് കളിക്കുക മാത്രമായിരുന്നു. പറയുക, അള്ളാഹുയും അവന്റെ ദൃഷ്ടാന്തങ്ങളെയും അവന്റെ ദൂതനെയുമാണോ നിങ്ങൾ പരിഹസിച്ചു കൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ഒഴിവുകഴികളൊന്നും പറയേണ്ട. വിശ്വസിച്ചതിന് ശേഷം നിങ്ങൾ അവിശ്വസിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളിൽ ഒരു വിഭാഗത്തിന് നാം മാപ്പ് നൽകുകയാണെങ്കിൽ തന്നെ മറ്റൊരു വിഭാഗത്തിന് അവർ കുറ്റവാളികളായതിനാൽ നാം ശിക്ഷ നൽകുന്നതാണ്. കപടവിശ്വാസികളും കപടവിശ്വാസിനികളും എല്ലാം ഒരേ തരക്കാരാകുന്നവർ ദുരാചാരം കൽപ്പിക്കുകയും സദാചാരത്തിൽ നിന്ന് വിലക്കുകയും തങ്ങളുടെ കൈകൾ അവർ പിൻവലിക്കുകയും ചെയ്യുന്നു. അവർ അള്ളാഹുവെ മറന്നു, അപ്പോൾ അള്ളാഹ് അവരെയും മറന്നു. തീർച്ചയായും കപടവിശ്വാസികൾ തന്നെയാണ് ധിക്കാരികൾ. കപടവിശ്വാസികളും കപടവിശ്വാസികൾക്കും സത്യനിഷേധികൾക്കും അള്ളാഹു നരകാഗ്നി വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അവരതിൽ നിത്യവാസികളായിരിക്കും. അവർക്കത് മതി. അള്ളാഹു അവരെ ശപിക്കുകയും ചെയ്തിരിക്കുന്നു. അവർക്ക് സ്ഥിരമായ ശിക്ഷയുണ്ടായിരിക്കുന്നതാണ്.
നിങ്ങളുടെ മുമ്പുണ്ടായിരുന്നവരെ പോലെ തന്നെ നിങ്ങളെക്കാൾ കനത്ത ശക്തിയുള്ളവരും കൂടുതൽ സ്വത്തുക്കളും സന്തതികളും ഉള്ളവരുമായിരുന്നു അവർ. അങ്ങനെ തങ്ങളുടെ ഓഹരി കൊണ്ട് അവർ സുഖമനുഭവിച്ചു. എന്നാൽ നിങ്ങളുടെ ആ മുൻഗാമികൾ അവരുടെ ഓഹരി കൊണ്ട് സുഖമനുഭവിച്ചത് പോലെ ഇപ്പോൾ നിങ്ങളും ഓഹരി കൊണ്ട് നിങ്ങളും സുഖമനുഭവിച്ചു. അവർ അധർമ്മത്തിൽ മുഴുകിയതുപോലെ നിങ്ങളും മുഴുകി. അത്തരക്കാരുടെ കർമ്മങ്ങൾ ഇഹത്തിലും പരത്തിലും നിഷ്ഫലമായിരിക്കുന്നു. അവർ തന്നെയാണ് നഷ്ടം പറ്റിയവർ. ഇവർക്ക് ഉണ്ടായിരുന്നവരുടെ വൃത്താന്തം ഇവർക്ക് വന്നെത്തിയിട്ടില്ല. അതായത് നൂഹിന്റെ ജനതയും സമൂത് ജനവിഭാഗങ്ങളുടെയും ഇബ്രാഹിമിന്റെ ജനതയുടെയും മദിയൻകാരുടെ മേൽ കീഴ്മണിഞ്ഞ രാജ്യങ്ങളുടെയും വൃത്താന്തം അവരിലേക്കുള്ള ദൂതന്മാർ വ്യക്തമായ തെളിവുകളും കൊണ്ട് അവരുടെ അടുത്ത് ചെല്ലുകയുണ്ടായി. അപ്പോൾ അള്ളാഹു അവരോട് അക്രമം കാണിക്കുകയുണ്ടായില്ല, പക്ഷെ അവർ അവരോട് തന്നെ അക്രമം കാണിക്കുകയായിരുന്നു. സത്യവിശ്വാസിനികളും അന്യോന്യം മിത്രങ്ങളാകുന്നു. അവർ സദാചാരം കൽപ്പിക്കും, ദുരാചാരത്തിൽ നിന്ന് വിലക്കുകയും നമസ്കാരം മുറ പോലെ നിർവഹിക്കും, സകാത്ത് നൽകുകയും അള്ളാഹുയും അവന്റെ ദൂതനെയും അനുസരിക്കുകയും ചെയ്യുന്നു. അത്തരക്കാരോട് അള്ളാഹു കരുണ കാണിക്കുന്നതാണ്. തീർച്ചയായും അള്ളാഹു പ്രതാപയുക്തിമാനുമാകുന്നു. സത്യവിശ്വാസിനികളും താഴ്ഭാഗത്ത് കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകൾ അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അവർ അതിൽ നിത്യവാസികളായിരിക്കും. സ്ഥിരവാസത്തിനുള്ള തോട്ടങ്ങളിൽ വിശിഷ്ടമായ പാർപ്പിടങ്ങളും വാഗ്ദാനം ചെയ്തിരിക്കുന്നു. എന്നാൽ അള്ളാഹുൽ നിന്നുള്ള പ്രീതിയാണ് ഏറ്റവും വലുത്. അതത്രേ മഹത്തായ വിജയം. നബിയെ നിഷേധികളോടും കപട വിശ്വാസികളോടും സമരം ചെയ്യുകയും അവരോട് പരുഷമായി പെരുമാറുകയും ചെയ്യുക. അവർക്കുള്ള സങ്കേതം നരകമത്രേ. ചെന്നു ചേരാനുള്ള ആ സ്ഥലം വളരെ ചീത്ത തന്നെ. തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് അവർ അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്ത് പറയും. തീർച്ചയായും അവിശ്വാസത്തിന്റെ വാക്ക് അവർ ഉച്ചരിക്കുകയും ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം അവർ അവിശ്വസിച്ച് കളയുകയും അവർക്ക് നേടാൻ കഴിയാത്ത കാര്യത്തിന് അവർ ആലോചന നടത്തുകയും ചെയ്തിരിക്കുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അവനും അവന്റെ ദൂതനും അവർക്ക് ഐശ്വര്യം ഉണ്ടാക്കി കൊടുത്തു എന്നതൊഴിച്ച് അവരുടെ എതിർപ്പിന് ഒരു കാരണവുമില്ല. ആകയാൽ അവർ പശ്ചാത്തപിക്കുകയാണെങ്കിൽ അത് അവർക്ക് ഉത്തമമായിരിക്കും. അവർ പിന്തിരിഞ്ഞു കളയുന്ന പക്ഷം അള്ളാഹു അവർക്ക് ഇഹത്തിലും പരത്തിലും വേദനയേറെ ശിക്ഷ നൽകുന്നതാണ്. ഭൂമിയിൽ അവർക്ക് ഒരു മിത്രമോ സഹായമോ ഉണ്ടായിരിക്കുകയില്ല. അള്ളാഹു എന്റെ അനുഗ്രഹത്തിൽ നിന്ന് ഞങ്ങൾക്ക് നൽകുകയാണെങ്കിൽ തീർച്ചയായും ഞങ്ങൾ ദാനം ചെയ്യുകയും ഞങ്ങൾ സജ്ജനങ്ങളുടെ കൂട്ടത്തിലായിരിക്കുകയും ചെയ്യുമെന്ന് അവനുമായി കരാർ ചെയ്ത ചിലരും ആ കൂട്ടത്തിലുണ്ട്. എന്നിട്ട് അവൻ അവർക്ക് തന്റെ അനുഗ്രഹത്തിൽ നിന്ന് നൽകിയപ്പോൾ അവർ അതിൽ പിശുക്ക് കാണിക്കുകയും അവഗണിച്ചുകൊണ്ട് തിരിഞ്ഞു കളയുകയും ചെയ്തു. അവർ അവനെ കണ്ടുമുട്ടുന്ന ദിവസം, ന്യായവിധിയുടെ ദിവസം വരെ അവരുടെ ഹൃദയങ്ങളിൽ കാപട്യം ഉണ്ടായിരിക്കുക എന്നതാണ് അതിന്റെ അനന്തരഫലമായി അവൻ അവർക്ക് നൽകിയത്. അള്ളാഹുവോട് അവർ ചെയ്ത വാഗ്ദാനം അവർ ലംഘിച്ചത് കൊണ്ടും അവർ കള്ളം പറഞ്ഞിരുന്നത് കൊണ്ടുമാണത്. അവരുടെ രഹസ്യവും അവരുടെ ഗൂഢമന്ത്രങ്ങളും അള്ളാഹു അറിയുന്നുണ്ടെന്നും അള്ളാഹു അദൃശ്യകാര്യങ്ങൾ നന്നായി അറിയുന്നവനാണെന്നും അവർ മനസ്സിലാക്കിയിട്ടില്ലേ? സത്യവിശ്വാസികളിൽ നിന്ന് ദാനധർമ്മങ്ങൾ ചെയ്യാൻ സ്വയം സന്നദ്ധരായി വരുന്നവരെയും സ്വയം അധ്വാനമില്ലാതെ മറ്റൊന്നും ദാനം ചെയ്യാൻ കണ്ടെത്താത്തവരെയും അധിക്ഷേപിക്കുന്നവരത്രേ അവർ. അങ്ങനെ ആ വിശ്വാസികളെ അവർ പരിഹസിക്കുന്നു. അള്ളാഹു അവരെയും പരിഹസിച്ചിരിക്കുകയാണ്. അവർക്ക് വേദനയേറെ ശിക്ഷയാണ് ഉണ്ടായിരിക്കുക. നബിയെ, നീ അവർക്ക് വേണ്ടി പാപമോചനം തേടിക്കൊള്ളുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പാപമോചനം തേടാതിരിക്കുക. ഇനി നീ അവർക്ക് വേണ്ടി 70 പ്രാവശ്യം പാപമോചനം തേടിയാലും അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുകയില്ല. അവർ അള്ളാഹുലും അവന്റെ ദൂതനിലും അവിശ്വസിച്ചത് കൊണ്ടത്രേ അത്. ഇക്കാരികളായ ജനങ്ങളെ അള്ളാഹു നേർവഴിയിലാക്കുകയില്ല. അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിക്കാത്ത ആളുകൾ എത്ര തന്നെ തൗബ ചെയ്താലും പാപമോചനം തേടിയാലും അവര് ആ കുഫറിൽ നിന്ന് വിട്ടുമാറി അള്ളാഹുലേക്ക് പരിപൂർണമായിട്ട് കീഴൊതുങ്ങാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കൂല. അവരെത്ര തന്നെ അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം എന്താണ്, അള്ളാഹുവിന് കീഴൊതുങ്ങാന് അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച സ്ഥലങ്ങളിൽ കീഴൊതുങ്ങാതെ പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ പാപങ്ങൾ പൊറുക്കുകയില്ല എന്നുള്ളതാണ്. ഓക്കെ, അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടിയിട്ട് പാപമോചനം തേടിയപ്പം 70 പ്രാവശ്യം ചെയ്താൽ പോലും നീ അവർക്ക് വേണ്ടി പാപമോചനം തേടിയാലും അവരുടെ പാപം ഞാൻ പുറത്തു കൊടുക്കൂല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അത് നമുക്കുള്ളൊരു ഉദാഹരണമാണ്. എത്ര തന്നെ പാപങ്ങൾ ചെയ്താലും അള്ളാഹുലേക്ക് ഖേദിച്ച് മടങ്ങി ഇനി ആ തെറ്റിലേക്ക് പോകാത്ത ആളുകൾക്ക് മാത്രമേ അള്ളാഹു സുബ്ഹാനഹു വ തആല പാപമോചനം കൊടുക്കുള്ളൂ. വീണ്ടും തെറ്റിലേക്ക് പോകുമ്പോൾ വീണ്ടും തൗബ ചെയ്ത് മടങ്ങണം. എത്ര പാപം ചെയ്തിട്ടുണ്ടെങ്കിലും ആ തെറ്റിൽ നിന്ന് തിരുത്തി ഞാൻ ഇനി പോകൂല എന്ന് മനസ്സുകൊണ്ട് ഉറപ്പിക്കാതെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുക്കുകയില്ല എന്നുള്ളതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യുദ്ധത്തിന് പോകാതെ പിന്മാറിയിരുന്നവർ അള്ളാഹുവിന്റെ ദൂതന്റെ കൽപ്പനക്കെതിരായുള്ള അവരുടെ ആ ഇരുത്തത്തിൽ സന്തോഷം പൂണ്ട് തങ്ങളുടെ സ്വത്തുക്കൾ കൊണ്ടും ശരീരങ്ങൾ കൊണ്ടും അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്യാൻ അവർ ഇഷ്ടപ്പെട്ടില്ല. അവർ പറഞ്ഞു, ഈ ഉഷ്ണത്തിൽ നിങ്ങൾ ഇറങ്ങിപ്പുറപ്പെടേണ്ട. പറയുക, നരകാഗ്നി കൂടുതൽ കഠിനമായ ചൂടുള്ളതാണ്. അവർ കാര്യം ഗ്രഹിച്ചിരുന്നെങ്കിൽ എത്ര നന്നായേനെ. അതിനാൽ അവർ അല്പം ചിന്തിക്കുകയും കൂടുതൽ കരയുകയും ചെയ്തു കൊള്ളട്ടെ, അവർ ചെയ്തു വെച്ചതിന്റെ ഫലമായിട്ട്. ഇനി യുദ്ധം കഴിഞ്ഞിട്ട് അവരിൽ ഒരു വിഭാഗത്തിന്റെ അടുത്തേക്ക് അള്ളാഹു സുരക്ഷിതനായി
അടുത്തേക്ക് നിന്നെ അള്ളാഹു സുരക്ഷിതനായി തിരിച്ചെത്തിക്കുകയും അനന്തരം മറ്റൊരു യുദ്ധത്തിന് നിന്റെ കൂടെ പുറപ്പെടാൻ അവർ സമ്മതം തേടുകയും ചെയ്യുന്ന പക്ഷം നീ പറയുക, നിങ്ങൾ ഒരിക്കലും എന്റെ കൂടെ പുറപ്പെടുന്നതല്ല, നിങ്ങൾ എന്റെ കൂടെ ഒരു ശത്രുവോടും യുദ്ധം ചെയ്യുന്നതുമല്ല. തീർച്ചയായും നിങ്ങൾ ആദ്യത്തെ പ്രാവശ്യം ഒഴിഞ്ഞിരിക്കുന്നതിൽ തൃപ്തി അടയുകയാണല്ലോ ചെയ്തത്. അതിനാൽ ഒഴിഞ്ഞിരിക്കുന്നവരുടെ കൂടെ നിങ്ങളും ഇരുന്നു കൊള്ളുക. അവരുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ട യാതൊരാളുടെ പേരിലും നീ ഒരിക്കലും നമസ്കരിക്കരുത്. അവന്റെ കബറിൽ ഒരിക്കൽ നിൽക്കുകയും ചെയ്യരുത്. തീർച്ചയായും അവർ അള്ളാഹുലും അവന്റെ ദൂതനിലും അവിശ്വസിക്കുകയും ധിക്കാരികളായിക്കൊണ്ട് മരിക്കുകയും ചെയ്തിരിക്കുന്നു. അവരുടെ സ്വത്തുക്കളും സന്താനങ്ങളും നിന്നെ അത്ഭുതപ്പെടുത്താതിരിക്കട്ടെ. ഇഹലോകത്ത് അവ മൂലം അവരെ ശിക്ഷിക്കുവാനും സത്യനിഷേധികളായിക്കൊണ്ട് അവർ നാശമടയുവാനും മാത്രമാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ അള്ളാഹുൽ വിശ്വസിക്കുകയും അവന്റെ ദൂതനോടൊപ്പം സമരത്തിൽ ഏർപ്പെടുകയും ചെയ്യുക എന്ന് നിർദ്ദേശിച്ചുകൊണ്ട് വല്ല അധ്യായം അവതരിപ്പിക്കപ്പെട്ടാൽ അവരുടെ കൂട്ടത്തിൽ കഴിവുള്ളവർ നിന്നോട് യുദ്ധത്തിന് പോകാതിരിക്കാൻ സമ്മതം തേടുന്നതാണ്. അവർ പറയും, ഞങ്ങളെ വിട്ടേക്കണം, ഞങ്ങൾ ഒഴിഞ്ഞിരിക്കുന്നവരുടെ കൂട്ടത്തിലാകാം. യുദ്ധത്തിന് പോകാതെ കൂട്ടത്തിൽ ഒഴിഞ്ഞിരിക്കുന്ന സ്ത്രീകളുടെ കൂട്ടത്തിലായിരിക്കുന്നതിൽ അവർ തൃപ്തി അടഞ്ഞിരിക്കുന്നു. അവരുടെ ഹൃദയങ്ങളിൽ മുദ്ര വയ്ക്കുകയും ചെയ്തിരിക്കുന്നു. അതിനാൽ അവർ കാര്യം ഗ്രഹിക്കുകയില്ല. പക്ഷേ റസൂലും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും തങ്ങളുടെ സ്വത്തുക്കൾ കൊണ്ടും ശരീരങ്ങൾ കൊണ്ടും സമരം ചെയ്തു. അവർക്കാണ് നന്മകളുള്ളത്. അവർ തന്നെയാണ് വിജയം പ്രാപിച്ചവർ. അള്ളാഹു അവർക്ക് താഴ്ഭാഗത്ത് കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗ്ഗത്തോപ്പുകൾ ഒരുക്കി വെച്ചിരിക്കുന്നു. അവർ അതിൽ നിത്യവാസികളായിരിക്കും. അവർ അതത്രേ മഹത്തായ വിജയം. ഗ്രാമീണ അറബികളിൽ നിന്ന് യുദ്ധത്തിന് പോകാതിരിക്കാൻ കഴിവ് ബോധിപ്പിക്കുന്നവർ തങ്ങൾക്ക് സമ്മതം നൽകപ്പെടുവാൻ വേണ്ടി റസൂലിന്റെ അടുത്ത് വന്നു. അള്ളാഹുവോടും അവന്റെ ദൂതനോടും കള്ളം പറഞ്ഞവർ വീട്ടിലിരിക്കുകയും ചെയ്തു. അവരിൽ നിന്ന് അവിശ്വസിച്ചവർക്ക് വേദനയേറെ ശിക്ഷ ബാധിക്കുന്നതാണ്. ബലഹീനരുടെ മേലും രോഗികളുടെ മേലും ചെലവഴിക്കാൻ യാതൊന്നും കിട്ടാത്തവരുടെ മേലും അവർ അള്ളാഹുവോടും റസൂലിനോടും ഗുണകാംക്ഷയുള്ളവരാണെങ്കിൽ യുദ്ധത്തിന് പോകാത്തതിന്റെ പേരിൽ യാതൊരു കുറ്റവുമില്ല. സദ്വൃത്തരായ ആളുകൾക്കെതിരെ കുറ്റം ചുമത്താൻ യാതൊരു മാർഗവുമില്ല. അള്ളാഹു ഏറെ പൊറുക്കുന്നതിനും കരുണാനിധിയുമാവും. നമ്മളെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ ജീവിതമാർഗങ്ങൾ തടയപ്പെട്ടിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിച്ചിട്ടും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് സദഖകൾ ചെയ്യണം, ദാനധർമ്മങ്ങൾ ചെയ്യണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹം ഉണ്ടാവും. അവരുടെ ആഗ്രഹം തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സദഖയായിട്ട് സ്വീകരിക്കുന്നത്. ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു വ തആല അത് നമ്മുടെ ഹൃദയത്തെ കാണാതിരിക്കുന്നില്ല. നമുക്കത് കഴിവില്ലാത്തത് കൊണ്ടാണെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് നല്ലോണം അറിയാം. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൽ നല്ലോണം തൃപ്തിപ്പെട്ടിട്ടുണ്ട്. നമ്മൾ കഴിവുണ്ടായിരുന്നെങ്കിൽ നമ്മൾ കൊടുക്കും എന്നുള്ളതും അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയാം. പലപ്പോഴും പല ആളുകളും പറയും, ഞങ്ങൾക്ക് ഇല്ലല്ലോ, അതിന്റെ പ്രയാസത്തിലാണ്, ഞങ്ങൾക്കും കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ. നമ്മുടെ മനസ്സിന്റെ തേട്ടം മതി അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കാനേ എന്നുള്ളതാണ് ഇവിടെ നമ്മൾ പഠിക്കേണ്ട ഏറ്റവും വലിയൊരു പാഠം. അള്ളാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നത് നമ്മുടെ ഹൃദയത്തേക്കാണ്. നമ്മൾ കൊടുക്കുന്ന കോടികളോ അല്ലെങ്കിൽ 1 രൂപയോ ഒന്നുമല്ല. അതിന്റെ വാല്യൂ നമ്മുടെ ഹൃദയത്തിലാണ് ഉണ്ടാവുക. ആ വാല്യൂക്ക് അനുസരിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്നത്. എറിഞ്ഞു കൊടുക്കുന്ന ആളുകൾ ഉണ്ടാവും. ഒരുപാട് പൈസ ഉണ്ടാവുമ്പോൾ എറിഞ്ഞു കൊടുക്കുന്നവര്. എന്നാൽ ഇല്ലാത്തവന് 1 രൂപക്ക് എങ്ങനെയൊക്കെയോ ഉണ്ടാക്കി കൊടുക്കുന്നവനുണ്ടാവും. രണ്ടുപേരും തുല്യരാവൂല. ഒരിക്കലും അങ്ങനെയല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹൃദയത്തിന്റെ തേട്ടം അനുസരിച്ചാണ് നമുക്ക് നമ്മുടെ കർമ്മങ്ങളെ സ്വീകരിക്കുന്നത് എന്ന്. അത് മലക്കുകൾക്ക് പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല വിട്ടുകൊടുത്തിട്ടില്ല. നമ്മുടെ അൽഹംദുലില്ലാ എന്ന വാക്കിന്റെ അർത്ഥം മലക്കുകൾക്ക് പോലും അറിയില്ല എന്നാണ് ഓരോരുത്തരും പറയുന്ന അൽഹംദുലില്ലയുടെ അതിന്റെ വ്യാപ്തി, അതിന്റെ തൂക്കം എത്രയാണെന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ രേഖപ്പെടുത്തുന്നതാണെന്ന് മനസ്സിലാക്കുക. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. മറ്റൊരു വിഭാഗത്തിന്റെ മേലും കുറ്റമില്ല. യുദ്ധത്തിന് പോകാൻ നീ അവർക്ക് വാഹനം നൽകുന്നതിന് വേണ്ടി അവർ നിന്റെ അടുത്ത് വന്നപ്പോൾ നീ പറഞ്ഞു, നിങ്ങൾക്ക് നൽകാനായി യാതൊരു വാഹനവും ഞാൻ കണ്ടെത്തുന്നില്ല. അങ്ങനെ യുദ്ധത്തിന് വേണ്ടി ചെലവഴിക്കാൻ യാതൊന്നും കണ്ടെത്താത്തതിന്റെ പേരിലുള്ള ദുഃഖത്താൽ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകിക്കൊണ്ട് അവർ തിരിച്ചുപോയി. അങ്ങനെയുള്ള ഒരു വിഭാഗത്തിന്റെ മേലും കുറ്റമില്ല. ഐശ്വര്യമുള്ളവനായിരിക്കെ ഒഴിഞ്ഞു നിൽക്കാൻ നിന്നോട് സമ്മതം തേടുകയും ഒഴിഞ്ഞിരിക്കുന്ന സ്ത്രീകളുടെ കൂട്ടത്തിലായിരിക്കുന്നതിൽ തൃപ്തി അടയുകയും ചെയ്ത വിഭാഗത്തിനെതിരിൽ മാത്രമാണ് കുറ്റം ആരോപിക്കാൻ മാർഗമുള്ളത്. അവരുടെ ഹൃദയങ്ങളിൽ അള്ളാഹു മുദ്രവെക്കുകയും ചെയ്തിരിക്കുന്നതിനാൽ അവർ കാര്യം മനസ്സിലാക്കുന്നില്ല. അവരുടെ അടുക്കലേക്ക് യുദ്ധം കഴിഞ്ഞ് നിങ്ങൾ മടങ്ങിയെത്തിയാൽ അവർ നിങ്ങളോട് കഴിവ് പറയുന്നതാണ് പറയുക. നിങ്ങൾ ഒഴിവ് കഴിവൊന്നും പറയേണ്ട, നിങ്ങളെ ഞങ്ങൾ വിശ്വസിക്കുകയില്ല. കാരണം നിങ്ങളുടെ ചില വർത്തമാനങ്ങൾ അള്ളാഹു ഞങ്ങൾക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രവർത്തനം അള്ളാഹും അവന്റെ ദൂതനും കാണുന്നതുമാണ്. പിന്നീട് അദൃശ്യവും ദൃശ്യവും അറിയുന്നവന്റെ അടുത്തേക്ക് നിങ്ങൾ മടക്കപ്പെടുന്നതാണ്. നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ പറ്റി അപ്പോൾ അവൻ നിങ്ങൾക്ക് വിവരം നൽകുന്നതാണ്. നിങ്ങൾ അവരുടെ അടുത്ത് തിരിച്ചു ചെന്നാൽ നിങ്ങളോട് അവർ അള്ളാഹുവിന്റെ പേര് സത്യം ചെയ്യും. നിങ്ങൾ അവരെ വിട്ട് ഒഴിഞ്ഞു കളയുവാൻ വേണ്ടി അത്രേ അത്. അതുകൊണ്ട് നിങ്ങൾ അവരെ ഒഴിവാക്കി വിട്ടേക്കുക. തീർച്ചയായും അവർ വൃത്തികെട്ടവരാകുന്നു. അവരുടെ സങ്കേതം നരകമത്രേ. അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിന്റെ പ്രതിഫലമാണത്. നിങ്ങളോട് അവർ സത്യം ചെയ്യുന്നത് നിങ്ങൾക്ക് അവരെ പറ്റി തൃപ്തിയാകുവാൻ വേണ്ടിയാണ്. ഇനി നിങ്ങൾക്ക് അവരെ പറ്റി തൃപ്തിയായാൽ തന്നെയും അള്ളാഹു അധർമ്മകാരികളായ ജനങ്ങളെ പറ്റി തൃപ്തിയോടുകയില്ല. തീർച്ച അറാബികൾ, മരുഭൂവാസികൾ കൂടുതൽ കടുത്ത വിശ്വാസികളും കാപട്യമുള്ളവരും അത്രേ. അള്ളാഹു അവന്റെ ദൂതൻ അവതരിപ്പിച്ചു കൊടുത്തതിലെ പരിധികൾ അറിയാതിരിക്കാൻ കൂടുതൽ തരപ്പെട്ടവരുമാണ് അവർ. അള്ളാഹു എല്ലാം അറിയുന്നതിനും യുക്തിമാനുമാകുന്നു.
തങ്ങൾ ദാനമായി ചെലവഴിക്കുന്നത് ധനനഷ്ടമായി കണക്കാക്കുകയും നിങ്ങൾക്ക് കാലക്കേടുകൾ വരുന്നത് കാത്തിരിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം ആറാബികളുടെ കൂട്ടത്തിലുണ്ട്. അവരുടെ മേൽ തന്നെയാകട്ടെ ഹീനമായ കാലക്കേട് അള്ളാഹു എല്ലാം കേൾക്കുന്നതിനും അറിയുന്നതിനുമാകുന്നു. അള്ളാഹുലും അവന്റെ അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും തങ്ങൾ ചെലവഴിക്കുന്നതിന് അള്ളാഹുവിങ്കൽ സമീപത്തുന്ന പുണ്യകർമ്മങ്ങളും റസൂലിന്റെ പ്രാർത്ഥനകൾക്കുള്ള മാർഗവുമാക്കി തീർക്കുകയും ചെയ്യുന്ന ചിലരും അറാബികളുടെ കൂട്ടത്തിലുണ്ട്. ശ്രദ്ധിക്കുക, തീർച്ചയായും അവർക്ക് ദൈവ സാമീപ്യം നൽകുന്നതാണ്. അള്ളാഹു അവരെ തന്റെ കാരുണ്യത്താൽ പ്രവേശിപ്പിക്കുന്നതാണ്. തീർച്ചയായും അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. മുഹാജിറുകളിൽ നിന്നും അൻസാരികളിൽ നിന്നും ആദ്യമായി മുന്നോട്ട് വന്നവരും സുഹൃതം ചെയ്തുകൊണ്ട് അവരെ പിന്തുടരുന്നവരും ആരോ അവരെപ്പറ്റി അള്ളാഹു തൃപ്തനായിരിക്കുന്നു. അവനെപ്പറ്റി അവരും തൃപ്തരായിരിക്കുന്നു. താഴ്ഭാഗത്ത് അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗത്തൊപ്പുകൾ അവർക്ക് അവൻ ഒരുക്കി വെക്കുകയും ചെയ്തിരിക്കുന്നു. എന്നെന്നും അവരതിൽ നിത്യവാസികളായിരിക്കും. അതത്രയും മഹത്തായ ഭാഗ്യം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അല്ലാഹു യാ റഹ്മാൻ റഹീമായ അല്ലാഹു യാ ദൽ ജലാൽ ഇക്റാമായ അല്ലാഹു ഹയ്യുൽ ഖയ്യൂമായ അല്ലാഹു അഹദ് സമദമായ അല്ലാഹുവേ, നിന്റെ ഉത്തമരായ തൃപ്തിപ്പെട്ട നിന്റെ ഉത്തമരായ അടിമകളുടെ കൂട്ടത്തിൽ ഞങ്ങൾ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. യാ റഹ്മാൻ റഹീമായ അല്ലാഹുവേ, ഈ പരിശുദ്ധമായ ദിവസങ്ങളിൽ അല്ലാഹുവേ നിന്റെ തൃപ്തിയും പൊരുത്തവും നൽകുകയും അല്ലാഹുവേ ഞങ്ങളുടെ ജീവിതമാർഗങ്ങളിൽ ഞങ്ങളെ ആഗ്രഹിക്കുകയും ഞങ്ങളെ തൃപ്തിപ്പെടുകയും ചെയ്ത എല്ലാ കാര്യങ്ങളും അല്ലാഹു നിങ്ങൾക്ക് നീ വർധനവ് നൽകി അനുഗ്രഹിക്കണമേ. അതിൽ ഞങ്ങളെ സംതൃപ്തരാക്കുകയും ചെയ്യണമേ. ഇഹ്ലോകത്തും പരലോകത്തും വിജയം വെച്ച നിമിത്തമര അടിമകളുടെ കൂട്ടത്തിൽ ഞങ്ങൾ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. അള്ളാഹുവെ, ഞങ്ങൾക്ക് ദുനിയാവ് വിധിക്കുന്നിടത്തോളം കാലം അള്ളാഹു ഞങ്ങളുടെ ജീവിത വിഭവങ്ങളിൽ അള്ളാഹു റഹ്മത്തും ബർക്കത്തും ഐശ്വര്യം നൽകി അനുഗ്രഹിക്കണമേ. നിന്റെ മുന്നിലല്ലാതെ മറ്റാരുടെ മുന്നിൽ കൈനീട്ടാത്ത വിധം അള്ളാഹു ഞങ്ങളുടെ ജീവിത വിഭവങ്ങൾ അള്ളാഹു ഉയർത്തി തരികയും ഞങ്ങൾ കച്ചവടങ്ങളിലും അള്ളാഹുവെ നീ റഹ്മത്തും ബർക്കത്തും ഐശ്വര്യം നൽകി അനുഗ്രഹിക്കണമേ. അള്ളാഹുവെ, ഞങ്ങളുടെ ജീവിത വിഭവങ്ങളിൽ അള്ളാഹുവെ ഞങ്ങളെ ജോലികളിൽ അള്ളാഹുവെ നീ റഹ്മത്തും ബർക്കത്തും ഐശ്വര്യം നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളെ ഇണകളിലും സന്തതി പരമ്പരകളിലും അള്ളാഹുവെ ഞങ്ങൾക്ക് നീ കൺകുളിർമയും ആയുസ്സും ആരോഗ്യം നൽകി അനുഗ്രഹിക്കണമേ. യാ റഹ്മാൻ റഹീം അള്ളാഹുവെ, ഞങ്ങളിലും അള്ളാഹുവെ ആയുസ്സും ആരോഗ്യം നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾ പുറത്ത് മാപ്പാക്കി തരികയും ഇഹ്ലോകത്തും പരലോകത്തും വിജയം വരിച്ചെത്തുന്ന അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ഞങ്ങളുടെ ബന്ധുമിത്രാദികൾക്കും ഞങ്ങളുടെ സഹോദരങ്ങൾക്കും അവരുടെ കുടുംബങ്ങൾക്കും ഞങ്ങളെ സ്നേഹിക്കുകയും ചെയ്ത എല്ലാവർക്കും നീ ആയുസ്സും ആരോഗ്യം റഹ്മത്തും ബർക്കത്തും ഐശ്വര്യം നൽകി അനുഗ്രഹിക്കുകയും ലോകത്തും പരലോകത്തും വിജയം വരിച്ചെത്തുന്ന അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. യാ റഹ്മാൻ റഹീം അല്ലാഹുവേ, നിന്റെ കാരുണ്യം റഹ്മത്തും ബർക്കത്തും ഐശ്വര്യം കൊണ്ട് അല്ലാഹുവേ ഹുസ്നുൽ ഖാത്തിമ അല്ലാഹുവേ ഞങ്ങളുടെ അന്ത്യസമയം ഏറ്റവും ഉന്നതമായ രീതിയിലാക്കി തരികയും അല്ലാഹുവേ മലക്കുള്ള സലാം ചൊല്ലി വിളിക്കുന്ന ഉന്നതമായ നിന്റെ അടിമകളുടെ കൂട്ടത്തിൽ അല്ലാഹുവേ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കും. നാളെ സ്വർഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ നിന്നെ കൺകുളിർക്കെ കണ്ടുമുട്ടാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. അല്ലാഹുവേ, നിങ്ങൾ പ്രയാസം അനുഭവിക്കുന്നവരുടെ എല്ലാ പ്രയാസങ്ങളും നീക്കി കൊടുക്കണമേ. ആയുസ്സും ആരോഗ്യം നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ, എല്ലാ മല പോലെ വരുന്ന ആപത്തുകളും നിങ്ങൾക്ക് നീ മഞ്ഞ് പോലെ ആക്കി തന്നെ അനുഗ്രഹിക്കണമേ. യാ റഹ്മാൻ റഹീം അല്ലാഹുവേ, എല്ലാ മഹാരോഗങ്ങളിൽ നിന്നും മാറാരോഗങ്ങളിൽ നിന്നും അല്ലാഹു ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ബന്ധുമിത്രാദികളെയും ഞങ്ങളുടെ നാടിനെയും അല്ലാഹുവെ കാത്തു രക്ഷിക്കണമേ. യാ റഹ്മാൻ റഹീം അല്ലാഹുവേ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും നീക്കി കൊടുക്കണമേ. ഞങ്ങളുടെ ഈ മജ്‌ലിസിനെ നീ തൃപ്തിപ്പെട്ട് സ്വീകരിക്കുകയും നാളെ സ്വർഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ നിന്റെ കണ്ണുകൾക്ക് കണ്ടുമുട്ടാൻ അല്ലാഹു ഞങ്ങളുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടും ഉമ്മത്തിന്റെ ഒപ്പം അല്ലാഹുവെ ഒരുമിച്ച് ചേരാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുവെ, നിന്റെ ഭവനത്തിൽ വന്ന് സുജൂദ് ചെയ്യാൻ അല്ലാഹുവെ ഉംറയും ഹജ്ജും അല്ലാഹുവെ മഖബൂലും മബ്റൂറുമായ രീതിയിൽ ചെയ്യാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ എത്തിത്തരണമേ. യാ റഹ്മാൻ റഹീം അല്ലാഹുവെ, ഞങ്ങളുടെ ഇണകളിലും അല്ലാഹുവെ ഞങ്ങളുടെ സന്തതി പരമ്പരകളിലും അല്ലാഹുവെ നീ വിശ്വാസത്തെ നൽകുകയും അല്ലാഹുവെ നിന്റെ ദീനിൽ അല്ലാഹുവെ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യണമേ. യാ റഹ്മാൻ റഹീം അല്ലാഹുവെ, ഞങ്ങളെ ഖുർആന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. ആരിഫ്യങ്ങളും ആഫില്യങ്ങളും ഖുർആന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തി ഞങ്ങളെയും ഞങ്ങളുടെ സന്തതി പരമ്പരകളെയും ഞങ്ങളുടെ ഇണകളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും ഞങ്ങളെ സ്നേഹിക്കുകയും ചെയ്ത എല്ലാവരെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും ഞങ്ങളുടെ ബന്ധുമിത്രാദികളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. ആമീൻ. റഹ്മത്തിക്ക് യാ റഹ്മാൻ റഹീം ഞങ്ങളിൽ നിന്ന് പിരിഞ്ഞ് നിന്നിലേക്ക് മടങ്ങിയവർക്ക് അല്ലാഹുവേ നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ. സ്വർഗ്ഗത്തിൽ അവരോടൊപ്പം ഞങ്ങളെ നീ ഒരുമിച്ച് ചേർക്കണമേ. റഹ്മാൻ റഹീം ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا اتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. رب ارحمهما كما ربياني صغيرا. رب هب لي من الصالحين رب هب لي من الصالحين رب هب لي من الصالحين رب هب لي من لدنك ذرية طيبة انك سميع الدعاء.
يا غني الله غنني بفضلك من سواك ربي أنت المنصر مبارك أنت خير المرسلين اللهم يسر ولا تؤثر وتمم بالخير اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحسنى لا شئت سهلا ربي أنت المنصر مبارك أنت خير المرسلين اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحسنى لا شئت سهلا ربي إني لما أنزلت إلي من خير فخير ربي إني لما أنزلت إلي من خير فخير ربي إني لما أنزلت إلي من خير فخير ربنا آتنا من لدنك رحمة وهب لنا من أمرنا رشدا رب اشرح لي صدري ويسر لي أمري آمين يا رب العالمين اللهم إنا نسألك جنات الفردوس الأعلى اللهم إنا نسألك جنات الفردوس الأعلى اللهم إنا نسألك جنات الفردوس الأعلى آمين 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 برحمتك يا أرحم الراحمين ربنا تقبل منا إنك أنت السميع العليم وتوب علينا إنك أنت التواب الرحيم سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. جزاكم الله خير. ورحمة الله وبركاته. ഒരു കാര്യം ചോദിച്ചോട്ടെ? ورحمة الله وبركاته. جزاك الله خير. ഇത് പിന്നെ ലുഹാ നിസ്കരിക്കേണ്ട ആവശ്യമുണ്ടോ? എന്താ ലോഹാക്ക് പ്രശ്നം? അല്ല, ഈ നിസ്കരിച്ച് സൂര്യ ഉദിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള നിസ്കാരം കഴിഞ്ഞു. അത് ഇഷ്റാഖാണ്. ഇപ്പോഴുള്ളത് ഇഷ്റാഖാണ്. ഇഷ്റാഖ്. അതിന് പ്രത്യേക ടൈമൊന്നും ഇല്ലല്ലോ? ടൈമുണ്ട്. ഇഷ്റാഖ് നിസ്കാരം ഫജ്ർ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 5-10 മിനിറ്റിന്റെ ഉള്ളിൽ നിസ്കരിക്കണം. പിന്നെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ലുഹ എന്നുള്ള പേരിലാണ് അത് അറിയപ്പെടുക. കാരണം സൂര്യനെ ഉദിച്ചു കഴിഞ്ഞിട്ടുള്ള സമയങ്ങൾ ലുഹ എന്ന പേരിൽ അറിയപ്പെടും. ഇഷ്റാഖ് എന്ന് പറയുന്നത് സൂര്യന് ഉദിക്കുന്ന സമയത്തുള്ളതാണ്. അതാണ് ഫജ്ർ കഴിഞ്ഞു കഴിഞ്ഞാൽ 5-10 മിനിറ്റിന്റെ ഉള്ളിൽ നിസ്കരിക്കണം എന്ന് പറയുന്നത്. പേര് മാറുന്നുള്ളൂ. പേരാണ് മാറുന്നത്. ഒക്കെ ലുഹ നിസ്കാരം എന്ന് പറയാതെ ഇതിനെ ഇഷ്റാഖ് നിസ്കാരം എന്ന് പറയും. രണ്ടും നിസ്കരിക്കാൻ കുഴപ്പമൊന്നുമില്ല. ഏത് സൂറത്ത് കുഴപ്പമില്ലല്ലോ? എന്ത്? ഏത് സൂറത്ത് ഓതിയാലും കുഴപ്പമില്ലല്ലോ അതില്? ഇല്ല. 2 റക്അത്ത് അത് പിന്നെ തഹജ്ജുദ് നഷ്ടപ്പെട്ടവർക്ക് ലുഹ അതിനെ കൂട്ടണം, വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ്. തഹജ്ജുദ് നഷ്ടപ്പെട്ടവര് നമസ്കാരത്തില് ഇന്ന സൂറത്ത് ഉണ്ടോ? ഇല്ല. നിങ്ങൾ ഏറ്റവും ചുരുക്കി ഏറ്റവും ഉത്തമമായ രീതിയിൽ നിസ്കരിച്ചാൽ മതി. സുന്നത്ത് നമസ്കാരങ്ങളിൽ എത്രത്തോളം നമ്മള് ഖുശൂ ഉണ്ടാക്കാൻ പറ്റുമോ അത്രത്തോളം ഖുശൂ ഉണ്ടാക്കുക. അതായത് നമ്മൾ ആ ഒരു തഖ്വ ഉണ്ടാക്കാൻ പരിശ്രമിക്കുക. ഓക്കെ. ആ ഇഷ്റാഖ് നമസ്കാരം പള്ളിന്ന് മാത്രല്ലേ? അത് പള്ളിന്ന് നിസ്കരിച്ചു കഴിഞ്ഞ് ഇരുന്നിട്ടുള്ളവർക്ക് മാത്രല്ല? അല്ല, എല്ലാവർക്കും നിസ്കരിക്കാം. നമ്മൾ സ്ത്രീകൾക്ക് അപ്പൊ ആ നമസ്കാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചു എന്നാണ് നമ്മൾ പറയേണ്ടത്. അങ്ങനെ പോയാല് നമുക്ക് അങ്ങനെ പള്ളിയില് കുറച്ച് സമയം വരെ സൂര്യൻ അങ്ങനെയാ കേട്ടത്, അതുകൊണ്ട് ചോദിച്ചാണ് ഞാന്. അങ്ങനത്തെ സൂര്യൻ എല്ലാവർക്കും ഉണ്ട്. അള്ളാഹ് എല്ലാവർക്കും തന്നതാണ്. നമുക്ക് നിസ്കരിക്കാം. ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. ഈ അൽ ബഖറ സൂറത്ത് ഹിബിലാക്കി ഓതിയിരുന്ന ഗ്രൂപ്പ് ഏതാണ്? ഇതിലാണ് എനിക്ക് ലെഫ്റ്റ് ആയിപ്പോയി. അതിലൊന്ന് ആഡ് ചെയ്യോ? അങ്ങനൊന്നല്ല. നമുക്ക് ഇങ്ങനെ നമ്മുടെ സുന്നത്ത് നമസ്കാരങ്ങളിൽ എത്രത്തോളം ചുരുക്കി നിസ്കരിക്കാൻ പറ്റും അത്രത്തോളം ചുരുക്കാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ഹലോ.